ഫാസിൽ. മലയാളം കിഡ്സ് ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മുടെ ചിന്നയും ചിക്കും ആനച്ചേട്ടന്റെ കല്യാണത്തിന് പോവുകയാണ്. ആരൊക്കെയാണ് ആനച്ചേട്ടന്റെ കല്യാണത്തിന് പോകുന്നത് എന്ന് അറിയണ്ടേ? ചിക്കു, എല്ലാവരും ഈ കാലഘട്ടത്തിൽ വന്ന വഴി മറക്കുന്നു. അതെയോ? പിന്നെ നമ്മൾ എങ്ങനെ തിരികെ പോവും? അതല്ല മണ്ടൂസേ, പിന്നെ ഈ ആധുനിക ലോകത്തെ സുഖാഡംബരത്തിൽ മുഴുകി പഴയ ജീവിത രീതി എല്ലാം മറന്നു പോകുന്നു. ശരിയാണ്. മരച്ചേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ? കല്യാണത്തിന് വരുന്നില്ലേ ചിന്നു? ആ, ഞങ്ങളും വരുന്നുണ്ട്. നീ തോണി ഒന്ന് അടുപ്പിക്ക്. ശരി ശരി, ഞാനിത് അടുപ്പിച്ചിരിക്കുന്നു. സുഖമില്ലേ ചിക്കു? വിശക്കുന്നുണ്ടോന്നൊരു സംശയം. കല്യാണം തകർപ്പനായിരിക്കും അല്ലേ ചിന്നു? ആ, നോക്കാം. ആനച്ചേട്ടന്റേതല്ലേ? കാണാൻ പോകുന്ന പൂരമല്ലേ, അത് ഇപ്പൊ തന്നെ പറയണോ? നമുക്ക് ഏതായാലും നല്ല കോളായി. ഡിങ്ക ഡിങ്ക. സ്ഥലമെത്തി, എല്ലാവരും ഇറങ്ങിക്കോ. നീ വരുന്നില്ലേ പല്ല? ഞാനിതാ വരുന്നു. തോണി ഒന്ന് കെട്ടട്ടെ. കെട്ടിയില്ലെങ്കിൽ പാറിപ്പോകും അല്ലേ പല്ല? നീ വന്നേ, വെറുതെ തമാശ പറയാതെ. ചിന്നു, നല്ല രസകരമായിരുന്നല്ലേ കല്യാണം? അതെ അതെ, ഈ കല്യാണം നമ്മുടെ നാടിനൊരു മാതൃകയാണ്. അതെന്താണ് ചിന്നു മാതൃകയാണെന്ന് പറഞ്ഞത്? ചുരുങ്ങിയ ചിലവിലായിരുന്നു ആനച്ചേട്ടന്റെ കല്യാണം നടന്നത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാഴ്ചയെല്ലാം ചുരുക്കമാണ്. നമ്മൾ ഇതെല്ലാമാണ് മാതൃകയാക്കേണ്ടത്. അതെ അതെ, ചിന്നു പറഞ്ഞതാ ശരി. ഡിങ്ക ഡിങ്ക. ഈ എപ്പിസോഡിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആനച്ചേട്ടന്റെ കല്യാണം തന്നെ ഉദാഹരണമായി എടുക്കാം. ആഘോഷമാകാം, ആർഭാടം ആകരുത്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാനും സമ്പാദ്യശീലം വളർത്തുവാനും നമ്മൾ കുട്ടിക്കാലം മുതൽ ശീലിച്ചാൽ നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കും. ചിന്നുവിന്റെയും ചിക്കുവിന്റെയും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഓക്കെ കൂട്ടുകാരെ, ബൈ.